എൽദോ ചേട്ടൻ എനിക്ക് തോന്നുന്നു കുറച്ച് സ്ക്രിപ്റ്റ് ആയിട്ട് അങ്ങനെ വന്നേ. പൊളിറ്റീഷ്യൻ എന്നൊരു സാധനം ആള് പുറത്തേക്ക് കാട്ടാൻ നോക്കണ്ട, പക്ഷെ ആള് നന്നായിട്ട് സംസാരിക്കും, എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് നാടൻ രീതിയിൽ തന്നെ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് എന്റെ ടീം ജയിപ്പിക്കും, ശരി ഓക്കെ ഞങ്ങൾ കൂട്ടുകാരാണ് നിന്റെ സംസാരിക്കും. എന്ത് പറയണടാ? ഞാനോ ഒന്നും കഴിച്ചിട്ടില്ല. ഒരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. പൊളിറ്റീഷ്യൻ ആണെന്നാണോ പറയാറ്? ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നോ അതോ? ഞാൻ ഇതിനൊരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നു, കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരാണ്. എൽദോ ഇങ്ങനെ പറയുന്നോണ്ടാന്ന് തോന്നുന്നു ഒരു സത്യസന്ധത. സ്വാഭാവികം. നമ്മളെ രണ്ടുപേരും തോറ്റ MLA ആയതുകൊണ്ട് കുഴപ്പമില്ല. അതല്ല ഉദ്ദേശം. എൽദോന് ഒരു ഫേക്ക് പേഴ്സോൺ ഉണ്ട്. അതിന്റെ ഒരു സാധനമാണ് ദ വേ യു സ്പീക്ക് ദ ലാംഗ്വേജ്. ഒന്ന് പോവാടാ പോയി തരത്തി പോയി കളിക്കടാ. ഞാനൊരു അധ്യാപകനാണ്. ആരെയൊന്നും പഠിപ്പിക്കാനല്ല വന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ നമുക്ക് നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. കാര്യം പറയല്ല. പക്ഷേ ഈ ശ്രീ റിയാസ് വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അവിടെ പല ആൾക്കാരും പല രീതിയിൽ റെസ്പോൺസ് ചെയ്യും. നമ്മൾ പല ആൾക്കാരും പല ഷെയ്ഡ് കണ്ടു. പക്ഷെ എൽദോന്റെ അന്ന് മുതൽ ഇന്ന് വരെ സെയിം ഷെയ്ഡാണ് നമ്മൾ കാണുന്നത്. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായം വല്ല പണിക്ക് പോയിക്കൂടെ? ഞാനൊരു കാമായിട്ടിരിക്കുക, ഞാൻ പ്രതികരിക്കേണ്ട സ്ഥലത്തെ കൃത്യമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നില്ല. ഞാനൊരു കാമായിട്ടിരിക്കുക, ഞാൻ പ്രതികരിക്കേണ്ട സ്ഥലത്തെ കൃത്യമായിട്ട് എനിക്ക് ദേഷ്യം വരുന്നില്ല. നീ ഗാന്ധിജിയാടാ, താടിയും മുടിയും വളർത്തിയ മഹാത്മാഗാന്ധിജി.